എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർക്ക് ഇന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ കുസൃതി നിറഞ്ഞ ബാലലീലകളെ കുറിച്ച് പറഞ്ഞു തരാം. ഉണ്ണിക്കണ്ണനും ജ്യേഷ്ഠൻ ബലരാമനും ഗോകുലത്തിൽ നന്ദഗോപരുടെ വീട്ടിലാണ് വളർന്നു വരുന്നത്. ഉണ്ണിക്കണ്ണൻ മുട്ടുകുത്തി നടക്കാൻ തുടങ്ങിയപ്പോൾ കാലിൽ പാദസരമൊക്കെ യശോദാമാതാവ് കെട്ടിക്കൊടുത്തു. മുട്ടിലിഴഞ്ഞു നടക്കുമ്പോൾ പാദസരത്തിന്റെ കിലുക്കം തന്റെ പുറകിൽ നിന്നും കേൾക്കുന്നത് കേട്ട് എന്താണ് പുറകിൽ എന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് നിൽക്കും. തിരിഞ്ഞു നോക്കി നിൽക്കുമ്പോൾ പാദസരത്തിന്റെ കിലുക്കം നിൽക്കും. പിന്നെയും മുട്ടിലെഴിയുമ്പോൾ പിന്നെയും കിലുക്കം കേൾക്കും. അങ്ങനെ തിരിഞ്ഞു നോക്കി മുട്ടിൽ എഴിഞ്ഞു വരുന്ന ഉണ്ണിക്കണ്ണനെ കാണാൻ തന്നെ എന്തു ഭംഗിയാണ്. പിന്നെ പതുക്കെ പിച്ച നടക്കാൻ ആരംഭിച്ചപ്പോൾ യശോദാമാതാവ് എന്ത് ജോലി ചെയ്യുമ്പോഴും ഉണ്ണിക്കണ്ണൻ കൂടെ നടക്കും. പിന്നെ യശോദാമാതാവ് ഇരുന്ന് തൈർ കടയുമ്പോൾ ഉണ്ണിക്കണ്ണൻ പുറകിലൂടെ പോയി തൂങ്ങി നിൽക്കും. പിന്നെ ജ്യേഷ്ഠൻ ബലരാമന്റെ കൈ പിടിച്ച് പിച്ച വെച്ച് മുറ്റത്തിറങ്ങി മുറ്റത്തിൽ പശുക്കുട്ടികളുടെ അടുത്തൊക്കെ പോയി അവരെ തൊട്ട് തലോടി അവരുടെ കൂടെ കളിക്കും. യശോദാമാതാവ് വെണ്ണ കടയുമ്പോൾ അടുത്തുപോയി കൈ നീട്ടി നിൽക്കും. ഉടനെ യശോദാമാതാവ് വെണ്ണയെടുത്തുരുട്ടി നീട്ടിയ വലത് കൈയിൽ വെച്ചു കൊടുക്കും. അപ്പോൾ ഇടത് കൈ നീട്ടിയിട്ട് വലത് കൈക്ക് കൊടുത്താൽ ഇടത് കൈക്ക് സങ്കടം ആവില്ലേ എന്ന് പറഞ്ഞ് ഇടത് കൈയും നീട്ടും. ഉടനെ യശോദാമാതാവ് ഇടത് കൈയിൽ വെണ്ണ കൊടുക്കുമ്പോഴേക്കും വലത് കൈയിലെ വെണ്ണ വായിലിട്ടിട്ട് വീണ്ടും വലത് കൈ നീട്ടും. ഇങ്ങനെ രണ്ട് കൈയിലെയും വെണ്ണയും മാറി മാറി വായിലിട്ട് കൈ നീട്ടിക്കൊണ്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണന് എത്ര വെണ്ണ കൊടുത്താലും യശോദാമാതാവിനും മതിയാവില്ല. എത്ര വെണ്ണ കഴിച്ചാലും ഉണ്ണിക്കണ്ണനും മതിയാവില്ല. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ അമ്മേ, തൊണ്ടയിൽ വെണ്ണ കുടുങ്ങി, ചൂടുപാൽ തരൂ എന്ന് പറയും. വേഗം യശോദാമാതാവ് കാച്ചിയ പാൽ ഗ്ലാസ്സിലെടുത്ത് ഉണ്ണിക്കണ്ണന് കൊടുക്കും. കുറച്ചും കൂടി വലുതായപ്പോൾ ഗോകുലത്തിലുള്ള എല്ലാ വീടുകളിലേക്കും ഉണ്ണിക്കണ്ണൻ ചെല്ലും. പോകുമ്പോൾ ആ വീട്ടിലുള്ളവരെല്ലാം ഉണ്ണിക്കണ്ണനോട് കണ്ണ ഒരു പാട്ട് പാടൂ, അല്ലെങ്കിൽ ഒരു നൃത്തം വയ്ക്കൂ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് ഉണ്ണിക്കണ്ണൻ ഉടനെ സന്തോഷത്തോടു കൂടി അതുപോലെ ചെയ്യുമ്പോൾ വേഗം വെണ്ണ കൊടുക്കും. ഇങ്ങനെ എല്ലാ വീട്ടിൽ നിന്നും വെണ്ണയും വാങ്ങി കഴിക്കും. പിന്നെ ഉണ്ണിക്കണ്ണനും കൂട്ടുകാരും ചേർന്ന് മറ്റുള്ളവർ വിശ്രമിക്കുന്ന സമയത്ത് ആരും കാണാതെ വെണ്ണ സൂക്ഷിക്കുന്ന മുറിയിൽ കയറി അതെടുക്കാൻ നോക്കും. പക്ഷെ അന്നൊക്കെ വെണ്ണ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഉറി എന്ന് പറയും. മൺപാത്രങ്ങൾ ഒന്നിന്റെ മുകളിൽ ഒന്നായി അടുക്കി വെച്ച് കയറുകൊണ്ട് കെട്ടി വീടിന്റെ മേൽക്കൂരയിലുള്ള ഉത്തരത്തിൽ നിന്നും കെട്ടി തൂക്കും. ഇതിനെയാണ് ഉറി എന്ന് പറയുക. അപ്പോൾ താഴെ നിന്നും ആർക്കും തൊടാൻ പറ്റില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഈ ഗോപകുട്ടികളെല്ലാം ഒരാളുടെ പുറത്ത് ഒരാളായി കയറി ഇരിക്കും. ഉണ്ണിക്കണ്ണൻ ഓരോരുത്തരുടെ പുറത്തും കയറി ഏറ്റവും മുകളിലുള്ള ആളുടെ പുറത്ത് കയറിയിട്ട് ഈ ഉറിയിലുള്ള വെണ്ണയെടുക്കും. അതിങ്ങനെ എത്തിയെടുക്കുമ്പോഴേക്കും ഉറിയിൽ നിന്നും പാത്രം ചിലപ്പോൾ താഴെ വീണ് പാലും വെണ്ണയും ഒക്കെ താഴെ പോവും. ഈ ഒച്ച കേട്ട് ഗോപികമാർ വരുമ്പോഴേക്കും കുട്ടികളൊക്കെ വെണ്ണയെടുത്തിട്ട് ഓടും. ഇങ്ങനെ എല്ലാ വീട്ടിലും കയറി വെണ്ണയെടുക്കും, പാത്രം ഉടയ്ക്കും. അവരൊക്കെ യശോദാമാതാവിനോട് പരാതിയുമായിട്ട് വരും. യശോദാമാതാവ് അതൊക്കെ കേട്ടിട്ട് അവർക്ക് പുതിയ പാത്രങ്ങൾ കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും പുതിയ പാത്രം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ണിക്കണ്ണൻ വികൃതി കളിക്കണതാണ്. ചില നേരത്ത് പശുക്കുട്ടികളുടെ കയറഴിച്ചു വിടും. പശുക്കുട്ടികളുടെ കയറഴിച്ചു വിട്ട് എന്താ ഉണ്ടാവും? പശുക്കുട്ടികൾ നേരെ അമ്മ പശുവിൻ്റെ അടുത്തേക്ക് ഓടും. അപ്പോഴേക്കും ചിലപ്പോൾ വാല് പിടിച്ച് നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ നിലത്ത് വീണു പോകും. പാല് കറക്കാൻ സമയമാവുന്നതിന് മുമ്പ് പശുക്കുട്ടി പോയി പാലെല്ലാം കുടിച്ചാൽ പാല് കറക്കാൻ നേരത്ത് ഗോപികമാർക്ക് പാലൊന്നും കിട്ടില്ല. അവർ പിന്നെയും യശോദാമാതാവിനോട് വന്ന് പരാതി പറയും. ഉണ്ണിക്കണ്ണൻ പശുക്കുട്ടികളെ അഴിച്ചു വിട്ട കാരണം ഞങ്ങൾക്ക് പാലൊന്നും കിട്ടിയില്ല എന്ന്. അപ്പോൾ യശോദാമാതാവ് അവർക്ക് പാലും കൊടുക്കും. ചിലപ്പോൾ ഉണ്ണിക്കണ്ണൻ പശുക്കുട്ടികളെ പോലെ പശുവിൽ നിന്നും പാല് കുടിക്കും. ഇങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് പ്രകൃതിയുമായി വളരെ ഇണങ്ങിച്ചേർന്നുകൊണ്ട് പശുക്കുട്ടികളെ വളരെ സ്നേഹിച്ചുകൊണ്ട് ഉണ്ണിക്കണ്ണൻ ഗോകുലത്തിൽ വളരുകയാണ്. യശോദാമാതാവിനും രോഹിണി മാതാവിനും വീട്ടുപണികൾ ചെയ്യാൻ പോലും സമയം കിട്ടില്ല.
കുട്ടികളെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് അവരുടെ പുറകെ തന്നെ നടക്കണം. വികൃതി കാട്ടുമ്പോൾ ചിലപ്പോൾ യശോദ മാതാവ് ഉണ്ണിക്കണ്ണൻ്റെ പുറകെ ഓടും അടിക്കാനായി. ഉണ്ണിക്കണ്ണനെ കിട്ടില്ല, ഉണ്ണിക്കണ്ണൻ അങ്ങ് ഓടിപ്പോയി കളയും. അപ്പോഴേക്കും യശോദ മാതാവിൻ്റെ ദേഷ്യമൊക്കെ മാറുകയും ചെയ്യും. രസകരമായ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത കഥ അടുത്ത വീഡിയോയിൽ പറയാം. കൂടുതൽ കഥകൾ കേൾക്കാനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. എൻ്റെ പേര് ലളിതാംബിക വിശ്വനാഥൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.